സ്വയം പൊട്ടിത്തെറിക്കുന്ന നിലയിലാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എന്താണ് ഇല്ലാത്തത്, അത് ഇല്ലാത്തത് എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ടെന്നുള്ള അർത്ഥമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ അക്ഷരാർത്ഥത്തിലെടുത്താൽ പാകിസ്ഥാനത്തിൽ ഇല്ലാത്ത ഒരു കുഴപ്പമില്ല. പാകിസ്ഥാൻ സ്വയം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പാകിസ്ഥാൻ പാകെ അവിഞ്ഞു കിടക്കുകയാണ്, കുട്ടിച്ചോറായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഭാവിയിലേക്ക് കണ്ടിട്ട് അല്പം ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്താറുണ്ട്. പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റിലൊരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെററിസത്തിലാണ്. അത് വളരെ ഉപകാരപ്പെട്ടിരുന്നു. അത് മാത്രമല്ല ഏറ്റവും വലിയ കയറ്റുമതിയായിരുന്നു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി. അത് വാർ ഓൺ ടെററിസം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ കൂടെ നടന്ന് ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പൈസയും വാങ്ങിച്ച് ബിൻ ലാഡനെ പാകിസ്ഥാനിൽ താമസിപ്പിക്കുകയും ചെയ്ത അബോട്ടാബാദിൽ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ടെററിസത്തിനുള്ള എതിരെയുള്ള അവരുടെ ഫൈറ്റ് അമേരിക്കയുടെ കൂടെ. പിന്നെ ഇന്ത്യയിലേക്കാണെങ്കിൽ എപ്പോഴും ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്തിരുന്നത് ടെററിസമാണ്. പക്ഷെ ഇപ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ടെററിസമാണ്. അവർ പാലൂട്ടി വളർത്തിയ കരിനാഗങ്ങൾ അവരെ തന്നെ തിരിഞ്ഞു നല്ല ബലമായിട്ട് കൊത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കൊത്തിട്ട് വിടുന്നില്ല, കടിച്ച് പിടിക്കുകയാണ്. അങ്ങനെയാണ് കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കലണ്ടർ ഇയറിൽ there were 74 ടെററിസ്റ്റ് അറ്റാക്സ് ഇൻ പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ആൾക്കാർ മരിക്കുന്നു. സ്വാഭാവികമായിട്ടും കൗണ്ടർ ടെററിസം മെഷേഴ്സ് എടുക്കുന്നു. അപ്പോൾ കൗണ്ടർ ടെററിസം മെഷേഴ്സിൽ തന്നെ മിലിറ്റൻസ് കഴിഞ്ഞ ഈ പറഞ്ഞ ജനുവരിയിൽ മരിച്ചിരിക്കുന്നത് 185 പേരാണ്. 185 മിലിറ്റൻസ്. സാധാരണ ജനങ്ങൾ ഇഷ്ടംപോലെ അതും കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുങ്കാറ്റ് കൊയ്യുന്നു. അത് മൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്. അതേപോലെ പിന്നെ നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാൻ. ഇവിടെയൊക്കെ പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനിലെ താലിബാൻ ഉണ്ടല്ലോ, പാകിസ്ഥാൻ താലിബാൻ TTP എന്ന് പറഞ്ഞിട്ട് തെഹ്രിക് താലിബാൻ ഈ പാകിസ്ഥാൻ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പോലെ തന്നെ ആകാനാണ് അവരുടെ ആഗ്രഹം. അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ താലിബാൻ പിടിച്ച പോലെ നമുക്ക് ഇവിടെയും പിടിക്കണം എന്നുള്ള രീതിയിലാണ്. അഫ്ഗാനിസ്ഥാൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വലിയ തലവേദനയായിട്ട് അവർക്ക് ടെററിസം മാറിയിരിക്കുകയാണ്. നമുക്ക് ടെററിസം വന്നപ്പോഴും കാശ്മീർ ലെവലോടത്തുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല രീതിയിൽ അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ടെററിസത്തിൻ്റെ പ്രശ്നം. അവരുടെ ഒരു പ്രധാന ഇൻവെസ്റ്റ്മെന്റ് വരം കൊടുത്തതുപോലെയാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു വിട്ടു. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഒരു പൊളിറ്റിക്കൽ ടെർമോയിൽ അവിടെ ഉണ്ട്. അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫ് PTI അവർ സ്ഥിരം ഗവൺമെൻറ്റായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നയിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അതിനൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് റിലീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരു കോംപ്രമൈസ് രീതിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷേ കൺവിക്ഷൻ വാസ് അഗൻസ്റ്റ് ഇമ്രാൻഖാൻ. അദ്ദേഹം ജയിലിൽ ചെന്നപ്പെട്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഭാര്യയാണ് ഇപ്പോൾ ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പൊളിറ്റിക്കലായിട്ടാണെങ്കിലും അവിടെ യാതൊരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിലെന്നും പറഞ്ഞാൽ അധികാരം പിടിക്കാൻ മാത്രമേ ഗവൺമെൻറ്റിന് താല്പര്യമുള്ളൂ. അങ്ങനെയൊക്കെ പല കംപ്ലൈൻ്റായിട്ട് ഇമ്രാൻഖാൻ പൊളിറ്റിക്കലായിട്ടുള്ള ടെർമോയിൽ അതും ഉണ്ടാക്കുന്നു. പിന്നെ ഒരു തലവേദന ഉണ്ടായിരിക്കുന്നത് ഇമ്രാൻഖാനെ കൂടാതെ വേറൊരു തലവേദന എന്ന് പറഞ്ഞാൽ ട്രംപാണ്. ഇത്രയും കാലം നമ്മുടെ ബർത്ത് റൈറ്റ് എന്നുള്ള രീതിയിൽ പാകിസ്ഥാന് ഇഷ്ടംപോലെ സപ്പോർട്ട് ഈ അമേരിക്കയിൽ നിന്നും കിട്ടുമായിരുന്നു. അപ്പോൾ അമേരിക്ക അത് 3 A's എന്ന് പറയും, ആർമി ആൻഡ് അമേരിക്ക. ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാകിസ്ഥാനിൽ. കാരണം അമേരിക്കയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ സാമ്പത്തിക സഹായം കൈയച്ച് നൽകുന്നു എന്നുള്ളതാണ്. ചൈനയായിട്ടുള്ള ബന്ധം കൊണ്ട് സാമ്പത്തിക സഹായം കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സഹായം കിട്ടുന്നത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അതങ്ങ് നിന്നുപോയി. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഒന്നുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും വൻ തകർച്ചയിലാണ്. അപ്പോൾ അമേരിക്കയുമായിട്ട് കൂടിച്ചേർന്ന അവർ ചില പ്രൊജക്ട്സൊക്കെ 4-5 ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആകെപ്പാടെ ഈ സ്വതവേ ദുർബല കൂട ഗർഭിണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇവരെ ഒന്ന് ബലൂജ് മേഖലയിൽ ചൈനയുമായി ചേർന്നിട്ട് ചില നിർമ്മാണ പ്രവർത്തനം, അവരുടെ വൺ ബെൽറ്റ്
പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഇപ്പോൾ ചൈന ഇതിപ്പോൾ അത് ഉപേക്ഷിക്കുന്ന നിലയിലാണ്. കാരണം ചൈനീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്നു, കൊന്നുകളയുന്നു. ആക്രമണമല്ല, ആ ചൈനക്കാരെ കണ്ടാൽ ഇവർ കൊല്ലുകയാണ്. അതുകൊണ്ട് ചൈന ഒരു പ്രപ്പോസൽ വെച്ചായിരുന്നു, ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളുടെ ആർമിയെ വിടാം എന്ന് പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ അത് സമ്മതിച്ചില്ല. അതോടുകൂടി ചൈനയ്ക്ക് ഒരു മെല്ലപ്പോക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. അതെ, ചൈനയ്ക്ക് അവിടെ പോയി വെറുതെ അവരുടെ ആൾക്കാർ മരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കില്ല. അപ്പോൾ അതേസമയം ഈ ചൈനീസ് ആർമിയെ കൊണ്ടുവരുമ്പോൾ അത് പാകിസ്ഥാൻ ഒരു പ്രസ്റ്റീജ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നിട്ട് അതും ആടി അങ്ങനെ നിൽക്കുകയാണ്. അതും ഒരു വലിയ പുരോഗതിയിൽ എല്ലാ കാര്യങ്ങളും പോകുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് ജുഡീഷ്യറി ആണെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ടിലെ 5 ജഡ്ജസ് കൂടിയിട്ട് സുപ്രീം കോടതിന് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അത് ഹൈക്കോർട്ട് ലെവലിലായാലും സുപ്രീം കോടതി ഏത് രീതിയിലായാലും ഏത് ലെവലിലായാലും അത് നിലനിർത്താനായിട്ട് സുപ്രീം കോടതി മുൻകൈ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് 5 ഇസ്ലാമാബാദ് ഹൈക്കോർട്ടിലെ 5 ജഡ്ജസ് കൂടിയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ ഇടപെടലും ഇവർക്കൊരു പ്രശ്നമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ കോടതികൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇടപെടുന്നവരാണ്. പക്ഷേ ഇപ്പോൾ കോടതികൾ കുറച്ചായിട്ട് പ്രശ്നത്തിലാണ്. കാരണം ഒരിക്കൽ ഈ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ദൈവനിന്ദ എന്ന് ആക്ഷേപിച്ച് അയാളെ ശിക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി ചീഫിൻ്റെ ബെഞ്ച് പറഞ്ഞു അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 100 കണക്കിന് മത തീവ്രവാദികൾ സുപ്രീം കോടതിയിൽ കയറി ആക്രമണം നടത്തി. അതേ തുടർന്ന് സുപ്രീം കോടതി പേടിച്ചിട്ട് ചീഫ് ആ ഉത്തരവ് പിൻവലിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല. ഹൈക്കോടതി പോയി സുപ്രീം കോടതിയിൽ പറയുക, 100-500 പേര് കല്ലും വടിയും പത്തലും ഒക്കെ ആയിട്ട് സുപ്രീം കോടതി വന്നപ്പോൾ കയറിയപ്പോൾ ചീഫ് ജസ്റ്റിസ് സ്വന്തം ഉത്തരവ് പിൻവലിച്ച് അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട അയാളെ ശിക്ഷിച്ചു. അതെ, അത് ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഇതാണ്. ക്രിസ്ത്യൻസിനായി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഒരു അസിയ ബീബി എന്ന് പറഞ്ഞൊരു ലേഡിക്ക് ഇതേപോലെ എന്തോ പ്രവാചകനെ നിന്ദിച്ചു. അപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കണം എന്ന് ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ മതി, ദൈവനിന്ദ നടത്തി ഒരാൾ സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി ചിലപ്പോൾ വധശിക്ഷ വരെ കിട്ടാം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ കോടതി തന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ കോടതിനെ ആക്രമിക്കും. അല്ല, ഇവിടെ അങ്ങനെ വേണമെന്നാണ് ചിലർ പറയുന്നത്. പ്രവാചകനെ വല്ലതും പറഞ്ഞാൽ അവനെ കൊന്നുകളയണം. അത് ഇന്ത്യയിലെ കോടതികൾ നടപ്പാക്കാത്തതുകൊണ്ട് ജോസഫ് മാഷിനോട് ചെയ്ത പോലെ കൈയും കാലും വെട്ടാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പാകിസ്ഥാനിൽ മോർ എസ്പെഷ്യലീസോ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പിന്നെ ഈ പറഞ്ഞ അസിയ ബീബിയെ വിദേശ രാജ്യങ്ങളൊക്കെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ അനുവാദമോ കൊടുത്ത് അങ്ങനെ വധശിക്ഷയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. ബിക്കോസ് വെസ്റ്റേൺ കൺട്രീസ് അതിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ അവർ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളും അവർക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജുഡീഷ്യറി, അതായത് അവർക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുമ്പോൾ നേരത്തെയൊക്കെ എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നമുക്ക് നേരെ ഏറ്റവും ഹോസ്റ്റൈലായ നിലപാടെടുത്താലും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ ഷഹബാസിൻ്റെ പേര് പോലും പലർക്കും അറിയില്ല. നമ്മൾ പോലും പെട്ടെന്ന് ഒറ്റയടിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ ഒന്ന് തപ്പും. അന്ന് നവാസ് ഷെറീഫിനെ നമുക്കൊക്കെ അറിയാമായിരുന്നു, ഇമ്രാൻഖാനെ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് എന്നാ ആൾക്കാർക്ക് അത്ര വലിയ പിടിയില്ല, ഫെമിലിയർ അല്ല. കാരണം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ആക്ടിവിറ്റീസ് ഇല്ല, ഒന്നും ചെയ്യാനില്ല, വെറുതെ അവിടെ ഇരിക്കുക, ശാപ്പാടടിക്കുക, തീവ്രവാദികൾക്ക് എല്ലാം കൊടുക്കുക എന്ന തരത്തിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കൻ സഹായം ബംഗ്ലാദേശിന് USAID നിർത്തി, പാകിസ്ഥാൻ നിർത്തി. എന്നാൽ ഈ USAID നിർത്തിയ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ 1 മണി അരി കുറിക്കാനില്ല. ബംഗ്ലാദേശിൽ പോയിട്ട് കരിവള ഇട്ട് കിളിക്കുകയാണ്. ഇന്ത്യ അവിടെ നമ്മുടെ ചിക്കൻ നെക്ക് പോയി കാണുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഇടുങ്ങിയ പാത, അത് അവിടെ പോയി അവിടുത്തെ പട്ടാളക്കാർ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊണ്ടുപോയി കാണിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശ് പട്ടാളത്തിന് പരിശീലനം കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ കുറേ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ സർക്കാർ അധികാലം നിലനിൽക്കുമോ? പാകിസ്ഥാൻ ഒരു എൻറ്റിറ്റി എന്ന നിലയിൽ, ഒരു രാജ്യം എന്ന നിലയിൽ എത്ര കാലം ഉണ്ടാവും? അതൊരു ഇംപ്ലോഷനുള്ള സാധ്യതയാണ്. അവിടെ തന്നെ അകത്തുനിന്ന് തന്നെ പൊട്ടിത്തെറി ബലൂചിസ്ഥാൻ പോകും. BLA നിലം തൊടിക്കുന്നില്ല. പിന്നെ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം. ഇതെല്ലാം കൂടി അവർക്ക് അഫ്ഗാനിന്റെ സഹായമുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് ഒന്നും പോരാഞ്ഞിട്ട്
ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറാനായിട്ടും ഇറാൻ അതിർത്തിയിൽ പ്രശ്നമുണ്ട്. അഫ്ഗാനിസ്ഥാനായിട്ടും ഒക്കെ ചില സ്കിർമിഷസ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായാലും പാകിസ്ഥാൻ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ഭംഗിയല്ല. വളരെ ഈ പറഞ്ഞോണം ഇപ്പോൾ ഈ പലസ്തീനിൽ ഹമാസിൻ്റെ കഥ കഴിഞ്ഞു, ഗാസ പോയി, പാകിസ്ഥാനും കൂടെ പോയാൽ ഇവിടെ ചില ആളുകൾ എങ്ങനെ സഹിക്കും എൻ്റെ പൊന്നോ. അതെ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ നോക്കി ഇപ്പോൾ പുതിയ വാപ്പായമാരെ കിട്ടിയിട്ടുണ്ട്, ബംഗ്ലാദേശി വാപ്പ, യൂനുസ് വാപ്പ. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.